ഇന്നിപ്പോ അയാള് ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ഉയർന്ന നിലയിൽ ജോലിയിൽ പ്രവേശിച്ചേക്കണം. എല്ലാം ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഭഗവാൻ പറഞ്ഞു മതിയായില്ലേ ചോദിച്ചു. മതിയായി, സന്തോഷം. ശരിക്കും നമസ്കാരം, എൻ്റെ പേര് ശ്രീകല ഋഷി, തൃപ്പൂണിത്തുറയാണ് സ്ഥലം. ഗുരുവായൂരപ്പനെ തൊഴുതാനുള്ള ഊർജം ഒരു ജന്മം മുഴുവനും ഉണ്ടാവുന്നുള്ള ധാരാളം അനുഭവമുണ്ട്. അതിൽ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. അച്ഛനമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കണു. ഇയാളുടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പനൊരു തുലാഭാരം വേണമെന്നുള്ളത് അമ്മയുടെ വലിയൊരു മോഹമായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ എൻ്റെയും ഔദ്യോഗിക തിരക്കിനിടയിൽ അത് നടന്നില്ല എന്നുള്ളതൊരു സത്യം. ഭഗവാൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അത് ആ സമയത്തെ നടക്കും എന്നുള്ളത് അത്ഭുതം. പറയുമ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ ഗുരുവായൂരപ്പന്റെ കീഴ്ശാന്തി കുടുംബത്തിലെ മരുമകളൊക്കെ ആണെങ്കിലും അതിനുള്ള സമയം അന്ന് കിട്ടിയില്ല. പക്ഷെ ഒരിക്കൽ ഞങ്ങൾ പോയ സമയത്ത് അത് ഗുരുവായൂരപ്പന്റെ ഉത്സവമാണ്. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞു അത് തുലാഭാരം നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ശരിക്കും മനസ്സ് വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോയൊരു സമയമായിരുന്നു. കുറെ പ്രദക്ഷിണം വെച്ചു. മനസ്സിലെ സങ്കടങ്ങൾ പറഞ്ഞത് സങ്കടങ്ങളായിട്ടല്ല, എന്നാ എപ്പോഴാ തീരുമാനിച്ചേക്കണെന്ന് വെച്ചാ ആ സമയത്തെ നടക്കുള്ളൂ. പക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഇവിടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ തന്നെയാണ് അനിയത്തിയുടെ അമ്മാവന്റെ മകൻ വന്നിട്ട്, എന്താ ഓപ്പള ഇത്രയായിട്ടും വരാഞ്ഞ, തുലാഭാരത്തിന് ഞാൻ എത്ര നേരമായി കാത്തിരിക്കണമെന്ന്. ശരിക്കും അതൊരു ഗുരുവായൂരപ്പൻ തന്നെ അല്ലാന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. മകന്റെ തുലാഭാരം വളരെ ഭംഗിയായി നടന്നു. ശരിക്കും ഇപ്പോഴും മനസ്സിലാ ഒരു ഊർജം ആയിരിക്കും. ഇന്നിപ്പോ അയാള് ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ഉയർന്ന നിലയിൽ ജോലിയിൽ പ്രവേശിച്ചേക്കണം. എല്ലാം ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. എല്ലാവർക്കും ഈ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. ഭഗവാന്റെ കാരുണ്യം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് ഏറ്റവും നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലൊക്കെ പോയി തൊഴുതിരുന്നു. ഇപ്പൊ പ്രായമായപ്പോ തന്നെത്താനെ ഒന്നും പോവാൻ പറ്റണില്ല. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അപ്പൊ മോഹമൊക്കെ ഉണ്ട് പോണെന്നൊക്കെ, പക്ഷെ പറ്റാറില്ല. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 4-5 മാസമായിട്ട് കണ്ണനെ കാണാതിരുന്നപ്പോ വല്ലാത്ത ഒരു വിഷമം തോന്നി. അപ്പോഴാണ് എൻ്റെ ഒരു ചേച്ചി, ഇവിടെ തൃപ്പൂണിത്തുറ തന്നെ താമസിക്കുന്ന ഒരു ഏഴത്തി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ശാന്ത ഏതോ ഉദയാസ്തമന പൂജ ഉണ്ട്, എൻ്റെ അച്ഛൻ ബുക്ക് ചെയ്തതാണ്, വരണോ ശാന്തോപ്പിള് വരണോ ചോദിച്ചു. അങ്ങനെ 2 മാസം മുമ്പേ ആ ഉദയാസ്തമന പൂജയ്ക്ക് അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുഴുവനും ഭഗവാനെ അങ്ങനെ കണ്ട് അവരുടെ കൂടെ മുറിയിലും താമസിച്ച അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഭഗവാൻ പറഞ്ഞു മതിയായില്ലേ ചോദിച്ചു. മതിയായി, സന്തോഷം. ശരിക്കും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കിട്ടിയാൽ മതി. അത് എല്ലാ മാസത്തിലൊന്നും പോയില്ലെങ്കിലും അതെന്റെ മനസ്സ് അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഭഗവാന്റെ കാരുണ്യം. ഇപ്പൊ അങ്ങനെ എല്ലാ മാസത്തിലും പോകണമെന്ന് വിചാരിക്കാറില്ല. എപ്പോഴെങ്കിലും ഭഗവാൻ ഹൃദയത്തിൽ മാത്രം പ്രകാശിച്ചാൽ മതി. പിന്നെ അതാ ഭാഗവതം പറയാനുള്ള അവസരം ഭഗവാൻ തന്നു. അത് ഭഗവാനില് സമർപ്പിക്കണം. അത് മാത്രമേ ഇപ്പൊ ഒരു ചിന്തയുള്ളൂ. ഭഗവാന്റെ പാദങ്ങളില് എല്ലാം അചഞ്ചലമായ ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്. നമസ്കാരം എല്ലാവർക്കും. ഞാൻ വത്സല, പണിക്കത്തെയാണ്, മാനമ്പിള്ളി മകള്. തൃപ്പൂണിത്തുറയാണ് താമസം. പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ എല്ലാം ശരിക്കും തൃശ്ശൂരാണെങ്കിലും അച്ഛനായിട്ട് മലപ്പുറത്താണ് കുറേ കാലങ്ങളായിട്ട്. അപ്പം അച്ഛൻ നല്ലൊരു ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു. കുറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് അതിലെ വരികളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. മണിമൂന്നടിച്ചപ്പോൾ ഗോപുരം തുറന്നപ്പോൾ അണിയായകത്തേക്കായി നീങ്ങും ഞങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് തുടക്കം. അങ്ങനെ ആ ഗുരുവായൂരപ്പനെ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ അമ്മയാണെങ്കിലും
എല്ലാവരും ഒരു ഗുരുവായൂരപ്പന് നല്ലൊരു വിശ്വാസമുള്ള കൂട്ടർ തന്നെയായിരുന്നു. അങ്ങനെ പണിക്കത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അമ്മയ്ക്കും അവർക്കും ഒക്കെ അതെ ഗുരുവായൂർ എല്ലാ മാസവും തൊഴുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ഞങ്ങള് പിന്നെ അവിടെ ഗുരുവായൂർ 12 ദിവസം ഭജന ഉണ്ടായിരുന്നു. ആ ഭജന തുടങ്ങി ഞാൻ ആദ്യത്തെ പ്രഗ്നന്റ് ആയ സമയത്ത്. അപ്പൊ ഇങ്ങനെ ഗുരുവായൂരപ്പൻ മാത്രം ആശ്രയം എന്നുള്ള നിലയ്ക്ക് തൊഴുതിങ്ങനെ പ്രദക്ഷിണം വയ്ക്കും. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ FACT ജോലിക്ക് വിളിച്ചിട്ടുള്ള ഇന്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നത്. അതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അവിടുന്ന് ഇവിടെ വന്ന് അപ്പൊ ആ ഭജനം അവിടെ മുടങ്ങി. ഞാൻ അവിടെ തന്നെ നിന്നു. ഹസ്ബൻഡും കൂടെ പോന്നു. അങ്ങനെ ഇവിടെ FACT ജോയിൻ ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ആ ഗുരുവായൂരപ്പനെ വിട്ടുകളയാൻ തോന്നാതെ എല്ലാ മാസവും ഗുരുവായൂർ പോയി തൊഴും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായവും ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാ മാസവും പോവാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഭഗവാന്റെ ഒരു നിയോഗം. ഇവിടെ അന്യോന്യം ഞങ്ങളൊരു അന്യോന്യം എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്. ആ സംഘടനയിലെ സത്സംഗ സമിതി, ആ സത്സംഗ സമിതിയുടെ കൺവീനർ, അങ്ങനെ ഈ സംഘടനയുടെ ഇതില് ഞങ്ങൾ ഗുരുവായൂര് വായനയ്ക്കൊക്കെ പോയി. നാരായണീയ പാരായണം 2-3 പ്രാവശ്യം നടത്താൻ പറ്റി. കുറേ പ്രാവശ്യം ഇവിടുന്ന് ഞങ്ങൾ കുറേ പേര് കൂടി ഗുരുവായൂര് പോവാനും അവിടെ ദർശനം നടത്താനും ഒക്കെ സാധിച്ചു. പിന്നെ ഭഗവാന്റെ ഒരു നിയോഗം എന്നുള്ള നിലയ്ക്ക് ഇപ്പോ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ഥാനം ലഭിച്ചു. ആ ലഭിച്ചതിലല്ല, അത് ഗുരുവായൂർ വെച്ചാണ് എല്ലാ മാസവും ഞങ്ങളുടെ മീറ്റിംഗ് എന്നതിലാണ് എനിക്ക് കൂടുതൽ ഒരു സംതൃപ്തി. അതായത് ആ എല്ലാ മാസവും ആ തിങ്കൾ ഭജനം നിന്നു എന്ന് കണ്ടപ്പോൾ എല്ലാ മാസവും ഗുരുവായൂർ പോവാൻ ഭഗവാൻ തന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് അനുഭവം ഉണ്ടായിരിക്കുന്നത് എല്ലാ മാസവും. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ എങ്ങനെയോ രാത്രി കിടക്കും. ഭഗവാനെ രാവിലെ എങ്ങനെയെങ്കിലും ഭഗവാന്റെ മുമ്പിലൊന്ന് വന്ന് തൊഴാൻ സാധിക്കണേ എന്ന് പറയും. രാവിലെ നീറ്റാൽ ഒരു യന്ത്രം പോലെ 3:30 ആകുമ്പോഴേക്കും കുളിച്ച് അമ്പലത്തിലെത്തും. ഭഗവാൻ നേരെ അമ്പലത്തിനകത്ത് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി എത്തിക്കാറുണ്ട്. ഇതേവരെ എല്ലാ മാസങ്ങളും അങ്ങനെ സാധിച്ചു എന്നുള്ളത് തന്നെ ഗുരുവായൂരപ്പനുള്ള വിശ്വാസത്തെ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു അനുഭവമാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെനിക്ക് ഇനിയും ഗുരുവായൂരപ്പനെ തൊഴാൻ എല്ലാ മാസവും സാധിക്കണേ. നമ്മൾ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാവരുതേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എൻ്റെ പേര് ശ്രീദേവി, തൃപ്പൂണിത്തുറയാണ്. ഞാൻ പണ്ടൊക്കെ എല്ലാ മാസവും പോയി തൊഴുതിരുന്നു. ഇപ്പൊ പ്രായമായതുകൊണ്ട് പോയി തൊഴാൻ പറ്റണില്ല. എന്നാലും ഗുരുവായൂരപ്പനെ വിചാരിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ നടത്തി തരുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു അനുഭവം. ഗുരുവായൂർ ചെന്ന് ഒരു തവണ തൊഴാൻ പറ്റാണ്ട് പുറത്ത് നിന്ന് തൊഴുത് പോരാൻ ഭാവിച്ചപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, വന്നോളൂ, എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ കൊണ്ട് തൊഴിയിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. പുറത്ത് നിന്ന് തൊഴുതാൽ മതി, സീനിയർ സിറ്റിസണിൻ്റെ തൊഴയുന്ന സമയമൊന്നുമല്ല. പിന്നെ എങ്ങനെയാ തൊഴാണ്ട് പോരണേന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആരോ ഒരാൾ വന്നു പറഞ്ഞു, എൻ്റെ പുറകെ പോന്നോളൂ എന്ന് പറഞ്ഞ് അകത്ത് പോയി തൊഴുത് സുഖമായിട്ട് തൊഴുത് പോന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാവിത്രി. ഞാൻ ഉദയംപേരൂര് ആമയുടെ മംഗലത്ത് ഇല്ലത്തെയാണ്. എനിക്ക് എല്ലാവർക്കും പറയുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു അനുഭവം തന്നെയാണെന്ന് പറയാം. എൻ്റെ അച്ഛനൊരു ഭക്തനൊക്കെ തന്നെയായിരുന്നു. എല്ലാ മാസം ഗുരുവായൂർ പോകും. അതില് ഞങ്ങൾ 5-6 കുട്ടികളുണ്ട്. അന്ന് ആ ഒരു മാസം പോണ മാസം ആരുടെയാണ് പിറന്നാൾ വരുന്ന മാസിച്ചാൽ അവരെ കൊണ്ടുപോകും ഗുരുവായൂർക്ക്. അപ്പൊ ഞങ്ങള് അന്നൊക്കെ എല്ലായിടത്തും കയറ്റും.
ഞങ്ങൾ ബ്രാഹ്മിൻസാരുടെ അവിടെയൊക്കെ കുറേ നമസ്കരിച്ച് കുറേ ജപിച്ച് അങ്ങനെ 1 മണിക്കൂറോളൊക്കെ അവിടെ ചെലവഴിച്ചിട്ട് കുട്ടിക്കാലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമുക്കും ഭക്തി ഉണ്ടായി. ഇപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ 5-6 കൊല്ലം മുമ്പേ ആണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാണ് ഉദയംപേരൂർക്ക്. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഗുരുവായൂരെന്നല്ല, ഞങ്ങളുടെ വേറൊരു ക്ഷേത്രമുണ്ട് മംഗലം, തിരൂരടുത്ത മംഗലം. പിന്നെ കാടാമ്പുഴ എൻ്റെ സ്ഥലം ഇല്ലം വളാഞ്ചേരി ആയതുകൊണ്ട് ഞങ്ങളുടെ കാടാമ്പുഴയൊക്കെ മിക്കവാറും എല്ലാ മാസവും പോകും. അപ്പൊ കാടാമ്പുഴയൊക്കെ തൊഴുത് വേറെ ഒക്കെ തൊഴുത് വന്നപ്പോൾ ഗുരുവായൂർ വന്നപ്പോൾ ഉച്ചപൂജ പറയും 12:30 വലിയ ക്യൂ ആണ്. അപ്പൊ വളരെ വാര്യം പരിചയക്കാരൊന്നുമില്ല കയറാനൊന്നും. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് അപ്പൊ അവിടെ കയറി ചോദിച്ചു തരാൻ പറ്റും, ഇല്ല ആരുടെയെങ്കിലും ഒരു കഴുത്തോ എന്തോ റെസീറ്റൊക്കെ വേണം, എന്താണ്ടൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പുറത്ത് പ്രദക്ഷിണം വെച്ച് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അങ്ങനെ ഇത്രയും ദൂരം വന്നിട്ട് തൊഴാനും പറ്റില്ല. ഇപ്പൊ അങ്ങനെയൊന്നും പോവാറില്ല എല്ലാ മാസമൊന്നും, ഹസ്ബൻഡിന് ആരോഗ്യക്കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു തന്നെയാണ് എൻ്റെ അദ്ദേഹം അവിടെ ഗുരുവായൂർ അവിടെ മുകളിലൊക്കെ വിളമ്പാനായിട്ട്. അപ്പൊ ഞങ്ങളവിടെ അങ്ങനെ നിൽക്കുകയാണ്, അങ്ങനെ എന്താ വേണ്ടതറിയാതെ ഭഗവാന്റെ മുമ്പിൽ തന്നെ കൊടിമരത്തിന്റെ അവിടെ. എന്താ ഏട്ടാ ഇവിടെ നിക്കണത്, തൊഴുത് ചോദിച്ചു. ഇല്ല അകത്ത് കയറിയില്ല, പറ്റിയില്ല. അയ്യോ അങ്ങനെ പറ്റില്ല, എന്താ ആരോ വിളിച്ചത്, ഇവര് അകത്ത് കയറ്റി തൊഴിക്കൂ, എല്ലാം മേശാന്തിയെ കണ്ട് പ്രസാദമൊക്കെ മേടിച്ചു തന്ന് വളരെ സന്തോഷമായിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ കാരണവന്മാരുടെ അനുഗ്രഹമായിരിക്കാം.